വീണ്ടും ട്രംപ് ഇന്നലെ ഒന്ന് കത്തിക്കേറി. പിന്നീട് ട്രംപിന്റെ ഗ്രൂപ്പ് ഒന്ന് അയഞ്ഞു. അതായത് ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക്, അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0% താരിഫ് ഉറപ്പ് നൽകിയതാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അത് നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. മറ്റൊന്ന് പറഞ്ഞത് അവർ തങ്ങൾക്ക് താരിഫ് ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ഒരു അനുമതി നൽകിയത്, പക്ഷേ ഇനി നടക്കില്ല, ഇനി വൈകിപ്പോയി എന്നൊക്കെയാണ് ട്രംപ് ഇന്നലെ തള്ളി മറിച്ചത്. പക്ഷേ അതിനിടയിൽ ട്രംപിന്റെ മറ്റൊരു നീക്കം അമേരിക്കക്കാരെയാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രംപ് ഭരണകൂടം ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 200% ഇറക്കുമതി തീരുവ ചുമത്താൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ജനറിക് മെഡിസിൻ എല്ലാം തന്നെ അമേരിക്കയിൽ എത്തുന്നത് ഇറക്കുമതിയിലൂടെയാണ്. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് ഈ മരുന്നുകൾ എത്തുന്നത്. 90% അമേരിക്കക്കാർ ഉപയോഗിക്കുന്നില്ല. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ജനറിക് മരുന്നുകളെല്ലാം തന്നെ ഇറക്കുമതിയാണ്. ഇതിൽ തന്നെ ഇന്ത്യയുടെ കയറ്റുമതി 6% ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത്. ഒപ്പം തന്നെ ഇത് താരിഫ് വലിയ രീതിയിൽ ചുമത്തുകയാണെങ്കിൽ പോലും, അതായത് ഒരു 50%, 25 to 50% താരിഫ് ചുമത്തുകയാണെങ്കിൽ പോലും ഇത് പ്രായമായ രോഗികളെയും ഒപ്പം തന്നെ ഈ വരുമാനം താഴ്ന്നവരെയും അമേരിക്കയിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരും എന്ന് തന്നെയാണ് പലരും ഇതിനെ കരുതുന്നതും. കാരണം അമേരിക്കയിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അധികമില്ല. വലിയ വില കൂടിയ മരുന്നുകളുടെ കമ്പനികൾ മാത്രമാണുള്ളത്. കാരണം ബാക്കിയുള്ള കമ്പനികളെല്ലാം തന്നെ ഇന്ത്യ, ചൈന, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പോവുകയും അവിടെയൊക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം അമേരിക്കയിൽ ഇതിന്റെ ഉൽപ്പാദനത്തിന് ചെലവ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് മറ്റു രാജ്യങ്ങളെ തേടി ഈ കമ്പനികൾ പോയത്. ട്രംപ് പറയുന്നത് ഇത് അമേരിക്കയിൽ തന്നെ സ്ഥാപിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കി വിതരണം ചെയ്യണമെന്ന്. പക്ഷേ അതിനകത്ത് ഉൽപ്പാദകർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഉൽപ്പാദന ചെലവ് കൂടുതലുള്ള ഒരു രാജ്യമാണ്. സ്വാഭാവികമായി ബിസിനസ്സുകാർ നഷ്ടം സഹിച്ചൊരു ഉൽപ്പന്നം പുറത്തിറക്കില്ല. അവിടെയും ട്രംപ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. 1.5 വർഷത്തിന് ശേഷമാകും താൻ ഈ തീരുവ ചുമത്തുക എന്നാണ് പറയുന്നത്. അതായത് ഈ 1.5 വർഷത്തിനകം അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ പരമാവധി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് മരുന്ന് ക്ഷാമം ഇല്ല എന്നും കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് കുറച്ചു നാളത്തേക്കെങ്കിലും ആ പ്രതിഷേധം തണുപ്പിക്കാനെങ്കിലും നൽകുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാകും താനിത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനിടയിൽ ട്രംപിന്റെ ടീം പറയുന്നത് ഇന്ത്യയുമായി ചർച്ചകൾ തുടരും, താരിഫ് വിഷയത്തിൽ ചർച്ചകൾ തുടരും. റഷ്യ അല്ല, അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതായത് ഒരു യു ടേൺ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ താരിഫിന്റെയും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റഷ്യയിൽ വെച്ച് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയുടെയും എല്ലാം ഒരു ഫലമായി ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ട്രംപിന് നന്നായി അറിയാം. അത് വ്യാപാര രംഗത്തായിരിക്കില്ല, പകരം ഈ റഷ്യ ഉക്രൈന് നേരെ വീണ്ടും ആക്രമണം ഘടിപ്പിക്കുകയും യുദ്ധം നീണ്ടുപോവുകയും ചെയ്യും. യുദ്ധം അവസാനിപ്പിച്ച് യൂറോപ്പിൽ ഇപ്പോൾ അസ്വസ്ഥത നീക്കം ചെയ്യണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നടക്കാതെ പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഇന്ത്യയുമായി വീണ്ടും ഒരു ചർച്ചയ്ക്കൊക്കെ ഒരു കളമൊരുക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രംപ് ടീം മുൻപോട്ട് പോകുന്നത്. പഴയ വീര്യവും ശൂരത്വവും ഒന്നും തന്നെ ഇപ്പോൾ കാണുവാനുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.